നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു കാര്യത്തിലും പുരോഗതിയില്ലാത്ത ഒരവസ്ഥയുണ്ടോ? അധ്വാനത്തിൻ്റെ ഫലം മറ്റുള്ളവർ കൊണ്ടുപോകുന്നു. സാമ്പത്തികമായി എപ്പോഴും തടസ്സങ്ങൾ, കുടുംബത്തിൽ സമാധാനമില്ലായ്മ. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഇതെപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നിങ്ങളുടെ ജാതകദോഷം മാത്രമല്ല ഇതിന് കാരണം. പൂർവികരുടെ അറിയാതെ സംഭവിച്ച ശാപങ്ങൾ, കുലദൈവങ്ങളുടെ അനുഗ്രഹക്കുറവ്, പ്രാർത്ഥനയിലെ അപൂർണത എന്നിവയാകാം നിങ്ങളുടെ ഐശ്വര്യത്തെ തടഞ്ഞു നിർത്തുന്നത്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. ഈ വരുന്ന ഭരണി കാർത്തിക നക്ഷത്ര സംക്രമണവേളയിൽ പ്രപഞ്ചത്തിൽ അപൂർവമായി രൂപപ്പെടുന്ന ഗജകേസരി യോഗം ചില നക്ഷത്രജാതകരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും നീങ്ങി ഐശ്വര്യവും ധനസമ്പത്തും വന്നു ചേരുന്ന ആ ഭാഗ്യ നക്ഷത്രജാതകർ ആരൊക്കെയാണ് എന്നും അതിനായി നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ ആത്മീയ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാകാം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ ഭരണിയിൽ നിന്നും കാർത്തിക നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം കാലഭൈരവനെയും സുബ്രഹ്മണ്യസ്വാമിയെയും അതുപോലെ ദുർഗാ സരസ്വതി ലക്ഷ്മി ദേവിമാരെയും പ്രാർത്ഥിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. എത്രയൊക്കെ യോഗങ്ങൾ ജാതകത്തിലുണ്ടായാലും എന്തുകൊണ്ടാണ് പലർക്കും അതിൻ്റെ ഫലം കിട്ടാത്തത്? പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. പൂർവിക ശാപം, അതായത് പിതൃദോഷം, നമ്മുടെ മുൻ തലമുറകളിൽ ചെയ്തു പോയ ചില തെറ്റുകളോ വഴിപാടുകൾ മുടക്കിയതോ ആയ ദോഷങ്ങൾ, കുലദൈവ പ്രീതിയില്ലായ്മ. നമ്മെ സംരക്ഷിക്കുന്ന കുലദൈവത്തിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ അത് വലിയ രാജയോഗവും നിഷ്ഫലമാകും. ഇതിന് പരിഹാരമായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ദിവസവും ഗണപതി ഭഗവാനെ ധ്യാനിക്കുക. പതിവായി അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ നാളികേരമുടച്ച് പ്രാർത്ഥിക്കുക. കൂടാതെ നവഗ്രഹാരാധനയും കുലദൈവത്തിന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ വഴികളിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഒരുപാട് ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. ഇനി ഗജകേസരി യോഗത്തിൻ്റെ പൂർണ്ണ ആനുകൂല്യം ലഭിക്കാൻ പോകുന്ന ആ 6 നക്ഷത്രജാതകരെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. നാളെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച പ്രത്യേക പൂജയുണ്ടാകും. ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. ആദ്യം അശ്വതി നക്ഷത്രം. കാലങ്ങളായി വലിയ സാമ്പത്തിക ഞെരുക്കവും മനസ്സമാധാനമില്ലായ്മയുമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് വലിയൊരു നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരാൻ പോവുകയാണ്. ഇന്ന് ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണ്. ഭരണി നക്ഷത്രം ഉച്ച കഴിയുമ്പോൾ യിലേക്ക് കടക്കുന്നു. ഈ ഒരു സമയത്ത്, ഈ ഒരു മുഹൂർത്തത്തിൽ അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും. ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. ധനം ധാരാളം വന്നു ചേരുന്ന സമയം. ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വീട് പണിയൊക്കെ വളരെ പെട്ടെന്ന് നടന്നു കിട്ടുന്ന സമയം. അതല്ല, നിങ്ങളൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടന്നു കിട്ടുന്ന സമയം. ഗജകേസരി യോഗമെന്ന് നമുക്കിതിനെ വിളിക്കാം. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ദോഷങ്ങളൊക്കെ മാറുവാൻ ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. കുടുംബ പ്രശ്നങ്ങളും കടബാധ്യതകളും കാരണം രാത്രി ഉറക്കം പോലും നഷ്ടപ്പെട്ടവരാണ് പുണർതം നക്ഷത്ര ജാതകർ. എന്നാൽ ഗജകേസരി യോഗത്തിൻ്റെ സ്വാധീനത്താൽ സാമ്പത്തിക തടസ്സങ്ങൾ മാറുവാനും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വേഗത്തിലാകാനും ഇനി സാധ്യമാകും. ദിവസവും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. കാർത്തിക ദിനത്തിൽ
ദേവിക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥന നടത്തുന്നതും സകല സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പുണർദത്തിനെ കൊണ്ടുപോകും. ഇനി പുണർദത്തിന് ഭാഗ്യമാണ്, ഉയർച്ചയാണ്, നേട്ടമാണ്, ഗജകേസരി യോഗവുമാണ്. അടുത്ത നക്ഷത്രം പൂയമാണ്. എത്ര അധ്വാനിച്ചാലും അർഹിച്ച അംഗീകാരം കിട്ടാത്തവരാണ് പൂയം നക്ഷത്ര ജാതകർ. മറ്റുള്ളവരെ സഹായിച്ച് ഒടുവിൽ ചതിക്കപ്പെട്ട അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അങ്ങനെ ഒരു അനുഭവം പൂയം നക്ഷത്ര ജാതകർക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്നൊന്ന് കമൻറ്റിൽ കുറിക്കണേ. ഇനി ആ അവസ്ഥ മാറുകയാണ്. നഷ്ടപ്പെട്ട ധനവും ബഹുമാനവും തിരികെ ലഭിക്കും. ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് നിങ്ങളുടെ സകല ദോഷങ്ങളും അകറ്റും. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും. 4ാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്ര ജാതകർ സർപ്പക്കാവിൽ ദർശനം നടത്തുക. അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. ആരോഗ്യ പ്രശ്നങ്ങളും അനാവശ്യ ഭയവും കാരണം വലഞ്ഞ ആയില്യം നക്ഷത്ര ജാതകർക്ക് ഇനി ആശ്വാസത്തിൻ്റെ നാളുകളാണ്. ശത്രുദോഷങ്ങളും കണ്ണേറുകളും മാറി മനസ്സിന് ശാന്തത ലഭിക്കും. കുലദൈവ പ്രീതിക്കായി വീടുകളിൽ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ഭാഗ്യം നിങ്ങളെ തേടി വരും. ആയില്യം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും. 5ാമത്തെ ഭാഗ്യ നക്ഷത്രം അത്തമാണ്. മാനസിക സമ്മർദ്ദങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നവരാണ് അത്തം നക്ഷത്ര ജാതകർ. തൊഴിൽപരമായും പ്രശ്നങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിച്ച അത്തം നക്ഷത്ര ജാതകർക്ക് ഇനി ഐശ്വര്യത്തിൻ്റെ കാലമാണ്. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. ഭൈരവമൂർത്തിയെയും നവഗ്രഹങ്ങളെയും ആരാധിക്കുന്നത് തടസ്സങ്ങൾ എളുപ്പത്തിൽ നീങ്ങാൻ സഹായിക്കും. ഭാഗ്യം നിങ്ങളെ കനിയും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അടുത്ത നക്ഷത്രം രേവതിയാണ്. ഭാഗ്യക്കേട് മാത്രം കൂടെയുണ്ട് എന്ന് വിഷമിച്ച രേവതി നക്ഷത്ര ജാതകർക്ക് ഇത് മാറ്റത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ്. സമൃദ്ധി ഇനി വിളയാടും. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും. രേവതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നായി നടപ്പിലാകും. വിദേശയോഗം, വസ്തുലാഭം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ നവഗ്രഹ ക്ഷേത്ര ദർശനവും വഴിപാടുകളും നിങ്ങളുടെ വളർച്ചയെ അത്ഭുതപ്പെടുത്തും. മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക. സുഹൃത്തുക്കളെ, യോഗങ്ങൾ എത്ര ശക്തമാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനയും പ്രവൃത്തിയും ശരിയായിരിക്കണം. ഈ ദിവസം വൈകുന്നേരം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ഭദ്രദീപം കൊളുത്തുക. ഓം ഗം ഗണപതി നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. സാധിക്കുമെങ്കിൽ അടുത്തുള്ള ഗണപതി നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. നിങ്ങളുടെ കുലദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. പൂർവികരുടെ അനുഗ്രഹവും ദൈവകൃപയും ഒത്തുചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മഞ്ഞുകട്ട പോലെ ഉരുകിപ്പോകും. ഈ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പോസിറ്റീവായ മാറ്റങ്ങൾ കമൻറ്റിലൂടെ പങ്കുവയ്ക്കാൻ മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം ഏതാണ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. ഈ ആത്മീയ അറിവുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദിവസവും ഇത്തരം ജ്യോതിഷ അറിവുകൾക്കും ആത്മീയ പരിഹാരങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓണാക്കി വെക്കാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.